തെരീക്കത്തെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരെ എതിർപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അവരതേമാതിരി തന്നെ ശരീരത്തിനെ എതിർക്കണം. അപ്പം അതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ പൊതുഭാഷയിൽ പറയുമ്പോൾ ഒന്നും അറിയാത്ത വിഡ്ഢികൾ എന്നാണ് അവർ പറയുന്നത്. കാരണം ഇവിടെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് തെരീക്കത്തായിട്ട് വന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് ആദ്യമായിട്ട് ഒരു ഖലീഫാനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് അള്ളാഹുവാണ്. അപ്പം മലക്കുകളോട് അതിനെപ്പറ്റി മുഷാവറ ചെയ്തു. അപ്പം ആദ്യം മലക്കുകൾ വിമർശിച്ചെങ്കിലും പിന്നീട് മലക്കുകൾ അതിനെ അനുകൂലിച്ച്. അതോടുകൂടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹിൻ്റെ ഒരു ഖലീഫായിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. എന്നുവെച്ചാൽ ആദം നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ നേരിട്ടുള്ള ഖലീഫ. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം കാരണമായിട്ട് ഇബ്ലീസ് പുറത്താവാനും കാരണമായി. അങ്ങനെയുള്ളൂ. ഇബ്ലീസ് പുറത്തായി കഴിഞ്ഞപ്പോൾ ഇബ്ലീസ് അള്ളാഹിനോട് ആദ്യം തന്നെ ചോദിച്ച് പഠിച്ചില്ലേ, ഇബ്ലീസ് എന്ന് പറയുന്ന പകരം 5,27,000 കൊല്ലം ഇബാദത്തെടുത്ത ആളാണ്. ഈ ദുനിയാവിൽ ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലമില്ല. അപ്പം അത്രത്തോളം അള്ളാഹുമായിട്ട് അടുത്ത് നിന്നൊരു ആളെ പെട്ടെന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൻ അധ്വാനിച്ചതിന് കൂലി കൊടുക്കണമല്ലോ. അള്ളാഹ് റഹ്മാനും റഹീമും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ആരധ്വാനിച്ചോ ആര് ചോദിച്ചോ അതിനൊക്കെ അള്ളാഹു ദുനിയാവിൽ പ്രതിഫലം കൊടുക്കും. അത് അള്ളാഹിൻ്റെ കടമപ്പെട്ടതാണ്. കാരണം റഹ്മാൻ എന്നുള്ള സിഫത്ത് അള്ളാഹ് ആദ്യത്തിൽ പറഞ്ഞു പോയി. അതിൻ്റെ പേരിൽ ഇവിടെ ചുരുക്കം പറഞ്ഞ് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഗൾഫ് നാടുകളിൽ യഹൂദികൾ ഷെഡ് ഉണ്ടാക്കിയിട്ട് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചെയ്യണം. ആ ഷെഡ് പെണ്ണുങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കണം. പെണ്ണുങ്ങൾ ധരിക്കുന്ന ഷൂമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ട് ആ ഷൂ യഹൂദി പെണ്ണുങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കണം. അല്ലേ? ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ സൗണ്ടിന് സ്വല്പമെങ്കിലും ഉച്ചത്തിൽ സംസാരിച്ചാൽ അവന് ശിക്ഷയല്ല പറഞ്ഞത്. അവൻ അന്ന് വരെ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്നുള്ള. അവന് ഇസ്ലാമിൽ തന്നെ സ്ഥാനം കുറഞ്ഞ് പുറത്തായി, മുനാഫിക്കിന്റെ പട്ടികയിലും വന്നു. അപ്പം അങ്ങനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് യഹൂദികളുടെ നീക്കം. പക്ഷെ അവർക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എല്ലാ കണ്ടുപിടുത്തങ്ങളും അവരയിൽ, എല്ലാ പരിഷ്കാരങ്ങളും അവരയിൽ. എത്രയും മോമിനിയങ്ങളെയും മുസ്ലിമീങ്ങളെയും അവർ കൊന്നടക്കണം. അതവിടെ വല്ലതും ചോദിക്കണ്ട. പക്ഷെ മോമിനിയങ്ങളുടെ അടുത്തേക്കൊന്നും അവർ കയറിയില്ല. നമ്മളെപ്പോലെ മുസ്ലിമുകളുടെ പേര് വെച്ചാൽ അവർ കൊന്നടക്കണം. ശിക്ഷ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അവരത് ശിക്ഷിക്കണില്ല ദുനിയാവിൽ. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദ്വാരപൂർവ്വം ദുനിയാവിൽ എൻ്റെ ഉമ്മത്തികളെ ശിക്ഷിക്കുക എന്നൊരു ഉദാഹരണത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ നടക്കുക. തന്നെയല്ല അള്ളാഹ് റഹ്മാനും കൂടിയാണ്. അപ്പോൾ റഹ്മാനാകുമ്പോൾ ദുനിയാവിൽ എന്ത് കാട്ടിയാലും അള്ളാഹ് ദുനിയാവിൽ അവർക്ക് റിസ്ക് കൊടുക്കണം. എല്ലാം മറ്റും നമ്മളെ പോലെ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ നാളെ മാശയുടെ കീഴിലൊക്കെ അതിന് പ്രത്യേകിച്ച് അവർക്ക് അതാവുണ്ട്. അങ്ങനെ നല്ല ഷെഡ്ഡി അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കും നരകത്തിൽ. അതേമാതിരി നല്ല ഷൂട്ട് കൊടുക്കും. അപ്പോൾ അതിനെ പറ്റിയാണ് ചിന്തിക്കുമ്പോൾ നരകത്തിൻ്റെ അതാവുകളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ഒന്നും പറ്റണില്ല. അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. എന്നതുപോലെ ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒരുത്തൻ അങ്ങോട്ട് ധിക്കരിച്ചെന്ന് വിചാരിച്ചിട്ട് അവനോട് അള്ളാഹ് ഒന്നായിട്ട് കൊല്ലൂല. കാരണം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴി നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അള്ളാഹ് റഹ്മാന്റെ സിഫത്തിൽ കൂടിയാണ് നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ നീങ്ങുന്നത്. എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ മാശറിലുണ്ടാവും. ഇപ്പം നമ്മളെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ആരെങ്കിലും വാങ്ങിച്ചിട്ട് അവൻ കൊള്ളൂല, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വാക്ക് കേട്ട് അവനങ്ങനെ തിരിഞ്ഞു പോയെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമില്ല. കാരണം യഹൂദികൾക്ക് കൂട്ടായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം വേണമല്ലോ. എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചൊക്കെ അവരാകുന്നതായിരിക്കും നമ്മൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലേ? തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വാങ്ങിച്ചിട്ട് അത് ധിക്കരിച്ചുകൊണ്ട് പിന്നെ അവൻ എന്താ അമല് ചെയ്തിട്ടൊരു കാര്യമില്ല. ഉണ്ടോ? ഒരു കാര്യമില്ല. എല്ലാം അതിലടങ്ങിയ വിഷയങ്ങളാണ്. യഥാർത്ഥ വിഷയങ്ങളെല്ലാം ഇതടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇവിടെ തെരീക്കത്ത് വേണ്ടാന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവൻ അതോടുകൂടി തന്നെ പറയണത് ശരീഅത്തും വേണ്ടാന്ന്. ശരീഅത്തും വേണ്ടാന്ന് അവൻ പറയണം. കാരണം എന്താ വെച്ചാൽ ശരീഅത്തും തെരീക്കത്തും ഒരേ ഘടകത്തിലാണ് ഉണ്ടാവുക. ശരീഅത്തില്ലാതെ തെരീക്കത്ത് പൂർത്തിയാവില്ല, തെരീക്കത്തില്ലാതെ ശരീഅത്തും പൂർത്തിയാവില്ല. പിന്നെ ഇന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ ശരീഅത്ത് പൂർത്തിയായിട്ട് വേണ്ട തെരീക്കത്ത്. ശരീഅത്ത് പൂർത്തിയാവില്ല 3 കെട്ടും കെട്ടി കവറിൽ കൊണ്ടുപോയി മയ്യത്ത് വയ്ക്കണോ ശരീഅത്ത് പൂർത്തിയാവില്ല. അതിനും പറയുന്നത് ശരീഅത്ത് പൂർത്തിയാവില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്, തെരീക്കത്ത് വേണമെങ്കിൽ അവനക്ക് ശരീഅത്തും വേണ്ട. അപ്പം ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖലീഫായിട്ട് നിശ്ചയിച്ചു. അപ്പം പൊതുഭാഷയിൽ പറഞ്ഞാൽ അപ്പം അള്ളാഹിനെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ചെയ്താരല്ല, അല്ലേ? മനക്കണക്ക് കൂട്ടുമ്പോൾ
മൂല്യന്മാരുടെ മന്ത്രിമാരെ നമ്മൾ കൂട്ടപ്പോൾ അങ്ങനെ വന്നത്. അപ്പം പിന്നെ ആദം നബി അലൈഹി സ്വലാം 950 കൊല്ലം വരെ നടത്തി. അവസാനം ആദം നബി അലൈഹി സ്വലാമിന് മക്കളെ പഠിപ്പിക്കാനാണ് ഇബ്ലീസ് അള്ളാഹിനോട് സമ്മതം ചോദിച്ചത്. പക്ഷെ ആദ്യം തന്നെ പഠിപ്പിച്ച ആരാ? ഹവ്വാ ബീവിനെ, ആദം നബീനെ. അപ്പം ആവശ്യത്തോടെ ഇരിക്കട്ടെ, അത് നമുക്ക് പിന്നെ പ്രവേശിക്കും. അപ്പം അങ്ങനെ വന്ന് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷം വഫാത്തിനോടടുത്ത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മൂത്ത മകനായ സീദ് നബി അലൈഹി സ്വലാമിനെ വിളിച്ചു. സീദ് നബി അലൈഹി സ്വലാമിനെ വിളിച്ചിട്ട് ആദം നബി അലൈഹി സ്വലാം പറഞ്ഞ മോനെ, എൻ്റെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഇവിടെ ഈ ഖിലാഫത്ത് നടത്തേണ്ട ആള് നീയാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഭൂമിയിൽ നിന്ന് തന്നെ രണ്ടായിട്ട് തിരിഞ്ഞല്ലോ, ഹാബിലും ബാബിലും. വിഷയം മാറി, ആവശ്യപ്പെടാൻ നമ്മൾ സംസാരിക്കണില്ല. അപ്പം ഈ ഖിലാഫത്തിന് ശേഷം, എൻ്റെ കാലശേഷം ഈ ഖിലാഫത്ത് നടത്തേണ്ട ആൾ നീയാണ്. ഒന്ന്. രണ്ടാമത്, ഞാൻ അള്ളാഹിൻ്റെ ഓരോ പത്തയും ഓരോ പാറക്കല്ലും 7 ആകാശവും അർശും കുറിശും കൂടാതെ എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ സൃഷ്ടിച്ച് വെച്ചതിന് ശേഷം ഞാൻ അള്ളാഹിൻ്റെ അർശ് കാണാൻ വേണ്ടി അള്ളാഹിനെ വിട്ട് ഞാൻ അർശിലേക്ക് നോക്കിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹിനെ എഴുതിച്ചിരുന്നു. അപ്പം ഞാൻ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, നീയാണല്ലോ എന്നെ ഖലീഫായിട്ട് ആദ്യമായിട്ട് ഇവിടെ സൃഷ്ടിച്ചത്, എന്നിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ കൂടെ ഈ മുഹമ്മദ് റസൂലുള്ളാഹി ആരാന്ന് ചോദിച്ചപ്പോൾ അള്ള പറഞ്ഞില്ല അതെന്നെ അവസാനം പറഞ്ഞ പേരക്കുട്ടിയാണെന്നോ നിന്റെ പേരക്കുട്ടിയാണെന്നോ അല്ലെങ്കിൽ അവസാനം പറഞ്ഞ മുഹമ്മദ് നബി ആണെന്നോ ഇതൊന്നും തന്നെ അള്ള പറഞ്ഞില്ല. അള്ള പറഞ്ഞതെന്നാ ലൗലാക്ക ലമ്മാ ഖലഖത്തുൽ ലൗലാ. അതായത് ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ള സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ഈ ആകാശഭൂമി അർശോ കുറിച്ചോ ഒന്നും തന്നെ സൃഷ്ടിക്കില്ല. അതുകൊണ്ട് അതെൻ്റെ ഹബീബാണ്, അതെൻ്റെ ആളാണെന്ന് പറഞ്ഞു. അല്ലാതെ ആദം നബിയുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞില്ല, അവസാനം പറഞ്ഞ നബിയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ എല്ലാം ഈ തൗഹീദിലടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാം സയ്യിദ് നബി അലൈഹി സ്വലാം വിളിച്ചിട്ട് ഞാൻ അള്ളാഹിൻ്റെ അർശിൽ മുതൽ കണ്ട സാധനം ഈ തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു. അതുപോലെ ഓരോ പത്തേങ്ങളും ഓരോ പർവ്വതത്വങ്ങളും ഓരോ മൃഗം എവിടെ നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാതെ കണ്ണ് തുറന്ന് നോക്കിയാൽ ഒന്നും കാണാനില്ല. ഈ കണ്ണല്ല, അള്ളാഹ് കൊടുത്ത ആന്തരികമായ കണ്ണ് വേറെയുണ്ട്, ഒന്നും തന്നെ കാണാനില്ല. അപ്പം അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം സയ്യിദ് നബിക്ക് വസിയത്ത് കൊടുത്ത് നീ നടത്തിക്കോ, പക്ഷെ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി അത് നിന്റെ റൂഹുമ്മ പടിഞ്ഞിരിക്കണം, അത് ഞാൻ നിനക്കിതാ രഹസ്യമായിട്ട് പഠിപ്പിച്ചു തന്നേക്കണം. എന്നിട്ടാണ് എൻ്റെ സയ്യിദ് നബി അലൈഹി സ്വലാം ആ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആ ഖിലാഫത്ത് അങ്ങനെ തുടർന്ന് പോകുന്നു, ഓരോ നബിമാർ വഴി തുടർന്ന് പോകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വന്ന് ആ ദീൻ അവിടെ പൂർത്തിയായി, തരീഖത്തും പൂർത്തിയായി, ശരീഅത്തും പൂർത്തിയായി. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ദീന് നമുക്കില്ല. അപ്പം അതാണ് ഈ തരീഖത്ത് വിമർശനത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു പാണ്ഡിത്യമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്, ഒരു ഷെയ്ഖില്ലാതെ ഒരു വ്യക്തിയും ഇവിടെ വിജയിക്കൂല. ഇപ്പം ചുരുക്കം പറയാം, അല്ലാതെ ഷെയ്ഖ് ഷെയ്ത്താനെന്നാണ്. ഷെയ്ഖില്ലാത്തതുകൊണ്ട് ഷെയ്ഖ് ഷെയ്ത്താനാണെന്ന് പറയാം. പിന്നെ മറ്റ് ചില ഇബ്നുമാജ പോലെ കിതാബുകൾ നോക്കിയാൽ ഫറദുൽ ഇൻസാൻ യത്ലബു ഷെയ്ഖ് കാമിലത്തും ഒബിൽ ഷാമി ഒബിൽ റൂമി ഒബിൽ ഒക്കെ ഓരോ മുസ്ലിമിനും ഫറദാണ് ഒരു